Hello everyone, Assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm fine. This video is all about it's about എൻ്റെ റീസെൻറ്റ് യൂട്യൂബ് വ്ളോഗ്സിൻ്റെ അടിയിൽ എപ്പോഴും എല്ലാ ഒരു 2-3 ആൾക്കാരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്. മീൽ പ്ലാനിങ് പ്രിപ്പറേഷൻസൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യൂ. ഞാൻ വിചാരിച്ചു ഓക്കെ ദിസ് വീക്കെൻഡ് എന്തായാലും അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ഒരു വീക്കിലേക്ക് വേണ്ട ഫുഡ് ഞാൻ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ്. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 6:30 AM. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. എൻ്റെ ഹസ്ബൻഡ് ഡയറ്റിലാണ്. സോ എൻ്റെ ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് വീറ്റ് ബ്രെഡ്, കാഷ്യൂസ്, 3 eggs ആൻഡ് ബ്ലാക്ക് കോഫി. ഞാൻ കഴിക്കുന്നത് ഓവർനൈറ്റ് ഓട്സ്. അതിൽ ഞാനൊരു ബനാന ആഡ് ചെയ്യുന്നുണ്ട്. ഓവർനൈറ്റ് ഓട്സിൽ സാധാരണ നോർമലി നമ്മൾ ആഡ് ചെയ്യുന്നത് ഫിലിപ്പീനി ബനാന. അതാണ് ഡയറ്റിൽ കൂടുതലും ബെസ്റ്റ്. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ബനാനയാണ്. എനിക്ക് ഫിലിപ്പീനി ബനാന ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ ബനാന ആഡ് ചെയ്യുന്നത്. ആൻഡ് ഐ ആം ഓൾസോ ട്രൈങ് ഫോർ ലോസിങ് മൈ വെയ്റ്റ്. ആക്ച്വലി ഞാൻ 56 or 57 അങ്ങനെ എന്തോ ഉള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്കൊരു 52 ആക്കണമെന്ന് കുറച്ച് ആഗ്രഹമുണ്ട്. എൻ്റെ മാരേജ് ടൈമിൽ വെയ്റ്റിലേക്ക് പോകണമെന്ന് ഇൻഷാ അല്ലാ. ആൻഡ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഫിനിഷ് ആവും. റീസെൻ്റായിട്ട് എൻ്റെ പ്ലാനർ ലിസ്റ്റിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വീക്ക്ലി മീൽ പ്രിപ്പറേഷൻസ്. ഇത് ഞാൻ മുന്നേ ചെയ്യുന്നതാട്ടോ. ഇപ്പോൾ കുറച്ച് അധികമായിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി മുതൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വീക്കിലേക്കുള്ള, അതായത് 5 to 6 days വേണ്ടിയിട്ട് എനിക്ക് മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും നൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നതിന് ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഒന്നാമത് UAE വെതർ എല്ലാവർക്കും അറിയായിരിക്കും, ഭയങ്കര ഹോട്ടാണ്. എൻ്റെ കിച്ചണിൽ AC ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീക്കിലേക്കുള്ള ഫുഡ് എനിക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മളൊരു ഹാഫ് കുക്കാക്കി വെച്ചാൽ കുക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ മോർണിംഗ് എൻ്റെ ഹസ്ബൻഡ് 6:30, 6:45 ആകുമ്പോൾ ഓഫീസിലേക്ക് പോകും. അപ്പോൾ ആ മോർണിംഗ് ടൈമിലൊക്കെ മോൻ എണീറ്റ് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ടോഡ്ലേഴ്സൊക്കെ ഉള്ള അല്ലെങ്കിൽ ന്യൂ ബോൺ മദേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യൽ എപ്പോഴും എൻ്റെ ഗ്രോസറീസൊക്കെ ഫില്ല് ചെയ്ത് വെക്കും. സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിലും ഗ്രോസറി ഐറ്റംസ് ആണെങ്കിലും ഫ്രിഡ്ജ് സ്റ്റോറേജ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ ഫ്രഷാക്കി ക്ലീനാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെയും ഹസ്ബൻഡേയും ഓൾറെഡി ഫിനിഷായി. മോന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ ചെയ്യുന്നത് ഓട്ട് മീലാണ്. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോന് ഇപ്പോഴും ഓട്ട് മീലും റാഗിയും ഒക്കെ തന്നെയാണോ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ആയിട്ട് കൊടുക്കുന്നതെന്ന്. അല്ല, നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും മോന് കഴിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാ ഫുഡും ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അതിൽ മൂപ്പർക്ക് ഓവർ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസും ഓവർ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസിനോടും വലിയ താല്പര്യമില്ല. ഞാൻ ഒരു കാര്യവും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറില്ല. അവന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനാണ് കൂടുതലും ഞാനും പ്രിഫർ ചെയ്യുന്നത്. മോന് ഓട്സ് ഉണ്ടാക്കുന്നത് അവന് വേണ്ടിയിട്ടുള്ള ഒരു പോട്ടിലാണ്. അതിൽ ഞാൻ ആവശ്യത്തിന് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ആഡ് ചെയ്തത്. അതിലേക്ക് ആവശ്യത്തിന് ഓട്സും നമ്മളുടെ പനക്കൽക്കണ്ടം, നോർമൽ ഷുഗർ ആഡ് ചെയ്യരുത്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ബേബി. അത് ബേബിക്ക് മാത്രമല്ല നമുക്കാണെങ്കിലും ഒട്ടും നല്ലതല്ല. ഒന്നെങ്കിൽ ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ പാം ക്യാൻഡി, ഇറ്റ്സ് എ നാച്ചുറൽ ഷുഗർ. സോ ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ബേബി. ആൻഡ് ഞാൻ അതിട്ടിട്ട് ആവശ്യത്തിന് വാട്ടർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ജസ്റ്റ് ഒരു 5 minute ബോയിലിങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 minute നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഹസ്ബൻഡ് ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡല്ല കഴിക്കുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് ഞാൻ ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ മൂപ്പറുടെ ലഞ്ച് എന്ന് പറയുന്നത് ചിക്കൻ ബ്രസ്റ്റ് എയർ ഫ്രൈ ചെയ്തതും കുക്കിംഗ് റൈസും ആൻഡ് സം വെജീസ്, സ്റ്റീംഡ് വെജീസ്. അപ്പം ഈ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ജസ്റ്റ് സ്വീറ്റ് പെപ്പർ, ക്യുമിൻ ആൻഡ് പെപ്രിക്ക, സോൾട്ട്, ഒലീവ് ഓയിൽ ആൻഡ് വാട്ടർ നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്ക് എയർ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം.
ദിസ് ഇസ് ഗ്രീൻ പീസ്, നന്മ ബ്രാൻഡിൻ്റെ ഗ്രീൻ പീസാണ്. ഓരോ ഗ്രീൻ പീസിനും കുക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആണ്. നന്മയാവുമ്പം പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നന്മ ബ്രാൻഡിൻ്റെയാണ്. ടോഡ്ലേഴ്സും അല്ലെങ്കിൽ മദേഴ്സൊക്കെ, ന്യൂ ബോൺ ബേബീസിൻ്റെ മദേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടുന്ന ഫുഡായിരിക്കും. സോ ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഈ ബ്രാൻഡിൻ്റെ. ഇതൊരു 1 വീക്കിന് എൻ്റെ ഹസ്ബൻഡിനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിതൊരു അത്യാവശ്യം 250 ml 2 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ട് സോക്ക് ചെയ്തിട്ട് ഒരു 7 hours മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പക്ഷേ ഈ ഗ്രീൻ പീസ്, നന്മേൻ്റെ ഗ്രീൻ പീസ് നമ്മളൊരു 3 to 4 hours സോക്ക് ചെയ്യാൻ വെക്കുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് സോക്കായിട്ട് കിട്ടും. നെക്സ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു 1 വീക്കിന് വേണ്ടിയിട്ടുള്ള വെർമസെല്ലി റൈസാണ്. ദിസ് ഇസ് ഓൾസോ ഫോർ മൈ ഹസ്ബൻഡ്. അപ്പോൾ വെർമസെല്ലി റൈസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വെർമസെല്ലി റൈസിന് വേണ്ട റൈസ് സ്പെഷ്യലി ബസ്മതി റൈസാണ്, ഡാൽഡ. എൻ്റെ കയ്യിൽ അത് കറൻ്റ്ലി സ്റ്റോക്കില്ല. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ നോർമലി ബിരിയാണി റൈസ്, ലൈക്ക് ഗീ റൈസ്, ജീരകശാല ഗീ റൈസ് വെച്ചിട്ടാണ് ഇപ്പോൾ വെർമസെല്ലി റൈസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നത്. ഗീ റൈസ് വെച്ചുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ബസ്മതി റൈസിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത്. ദിസ് ഈസ് ഓൾസോ ഫോർ മൈ ഹസ്ബൻഡ്. മക്കൾക്കും ഇത് നല്ലതാണ് കേട്ടോ. മക്കൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. എൻ്റെ മോന് ഒത്തിരി ഇഷ്ടമാണ്. അത് മാത്രമല്ല, ഇതിൽ നമ്മൾ അൺറിഫൈൻഡ് ഓയിൽസോ ഒന്നും ചേർക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഹെൽത്തി വേയിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ യുവർ ബേബി ആൻഡ് ഫോർ അസ് ഓൾസോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 250 ml 2 കപ്പ് ജീരകശാല റൈസും 1 കപ്പ് വെർമസെല്ലി റൈസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി നമുക്ക് വാഷ് ചെയ്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ല ഹോട്ടായിട്ടുള്ള പാനിലേക്ക് ബട്ടറും ഒലീവ് ഓയിലും ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു റൈസാണ് വെർമസെല്ലി റൈസ്. അപ്പോൾ നമ്മളിതിൽ അൺറിഫൈൻഡ് ഓയിൽസ് ഒന്നും യൂസ് ചെയ്യരുത്. ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പോർഷൻ ബട്ടർ തന്നെ എടുക്കുക. ഞാനിവിടെ ഒരു 100 gram ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 6 to 7 tablespoon ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എഗെയിൻ ടേക്ക് കെയർ വെരി വെൽ അബൌട്ട് ഒലീവ് ആണെങ്കിലും ഏത് ഓയിലാണെങ്കിലും അൺറിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അത് ലൈഫിൻ്റെ ഒരു പാർട്ടാക്കാൻ വേണ്ടിയിട്ട് ടേക്ക് കെയർ ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ടു നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് റിഫൈൻഡ് ആൻഡ് അൺറിഫൈൻഡ് ഓയിൽസ്. ഭയങ്കര ഡിഫറെൻ്റ് ആണ് രണ്ടും. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെർമസെല്ലി ഇട്ടിട്ട് ഈ ഒരു ബ്രൗൺ ടെക്സ്ചർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ച റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കരുത്. നമ്മൾ നെയ്ച്ചോറും ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ അല്ല, ഇതുപോലെ വറുത്തെടുക്കുക നല്ലോണം. കണ്ടോ, ഇപ്പം കുറച്ച് വാട്ടറിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഞാൻ സോട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ വാട്ടർ ടെക്സ്ചറൊക്കെ പോയിട്ട് ഇതൊരു ക്രിസ്പി ഫോമിൽ ഫോം ആവും. ലൈക്ക് ഒരു സ്മെല്ല് വരാൻ സ്റ്റാർട്ട് ചെയ്യും റൈസിൻ്റെ. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് റൈസ് എടുത്തതാണെങ്കിൽ 1.5 കപ്പ് വാട്ടർ. നമ്മളുടെ നോർമൽ ഗീ റൈസും ബിരിയാണി റൈസും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അതുപോലെ തന്നെ 1 കപ്പ് വെർമസെല്ലിക്ക് 1.5 കപ്പ് വാട്ടർ. അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക, ലൈക്ക് ഗീ റൈസ്. സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ 1 വീക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കുറച്ച് സോൾട്ട് ഇട്ടാൽ മതി. ഒത്തിരി സോൾട്ട് ഇടണ്ട. ബിക്കോസ് ഈ ബട്ടറിന് ഓൾറെഡി ബട്ടറിൽ സോൾട്ട് ഉണ്ടാവും. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ സോൾട്ടഡ് ബട്ടർ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ റൈസ് നല്ല ടേസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് ഞാൻ വീക്കിലി സ്റ്റോർ ചെയ്യുന്നൊരു സാധനമാണ് ക്യാരറ്റ്സ് ഡെയിലി മോർണിംഗ് കട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന വെജീസിൻ്റെ പാർട്ടിൽ പെട്ടതാണ് ക്യാരറ്റ്സ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു 1 വീക്ക് വരെയൊക്കെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലൊരു പോട്ടിൽ താഴത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഒരു 1 വീക്കിൽ അപ് ടു 1 വീക്ക് വരെ സ്റ്റോർ ചെയ്തിട്ട് എടുക്കാം. കേടൊന്നും വരില്ല. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 12:30. ലഞ്ചിൻ്റെ ടൈമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതാട്ടോ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എയർ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എയർ ഫ്രയർ ജസ്റ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടിടാം. അപ്പോൾ 3 മിനിറ്റ് 200 ഡിഗ്രിയിൽ 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടാൽ നമുക്ക് കുക്കിംഗ് ടൈം കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ എടുത്ത് ഇതുപോലെ എയർ ഫ്രയറിൻ്റെ
എയർ ഫ്രയർ ഡിസ്പോസിബിൾ പേപ്പറിലേക്ക് നമുക്കിതുപോലെ വെച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നന്നായിട്ട് പരത്തി വെച്ച് കൊടുക്കുക. ഫോൾഡബിൾ ഒരു ഫോമിലൊന്നും വെച്ച് കൊടുക്കാണ്ടിരിക്കുക, കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മളുടെ എയർ ഫ്രയർ നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ ചിക്കനിൽ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടിടുക. ഷേക്ക് ടൈം ആകുമ്പോൾ ഷേക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ റൈസ് പ്രിപ്പയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഏകദേശം ഒരു ഗീ റൈസ് പോലെ. അതിൽ വേർമസല്ലി ഉണ്ട്, സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ഡെയിലി കഴിക്കുന്ന ലഞ്ച്. വെജീസ്, ചിക്കൻ എയർ ഫ്രൈ ചെയ്തത്, നമ്മളുടെ വേർമസല്ലി റൈസ്. അതിൽ കുറച്ച് ടോപ്പറായിട്ട് ഞാൻ സുമാക്ക് ഇട്ടിട്ടുണ്ട്. സുമാക്ക് മീൻസ് നിങ്ങൾക്ക് ടോപ്പിൽ കാണുന്ന ആ റെഡ് കളർ പൊടി പോലത്തെ സാധനം. ദാറ്റ്സ് ഓൾസോ ഗുഡ് ഫോർ ഹെൽത്ത്. ആൻഡ് അങ്ങനെ നമ്മൾ ലഞ്ചും കഴിച്ചു കഴിഞ്ഞു. ബേബി അബ്ദുള്ളനെ ഉറക്കി. എന്നാലേ ഇനി ബാക്കി പരിപാടി നടക്കൂ. ബിക്കോസ് ഐ വാണ്ട് ടു ഡു എ ലോട്ട് മോർ തിങ്സ്. അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിലെ മുരിങ്ങയില. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗ്രീൻ ലീവ്സിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ മുരിങ്ങയില. അപ്പം നമ്മളുടെ ഇവിടെ ആക്ച്വലി അറബിക് വീട്ടിലൊക്കെ എല്ലാ വീട്ടിലും എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ വീട്ടിലും നമുക്ക് കാണാം മുരിങ്ങൻ്റെ ഇല. അപ്പോൾ ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയതാട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ബണ്ടിലിന് വരുന്നത് 4.99 AED ആണ്. 5 dirhams, നാട്ടിൽ 120 130 അറൗണ്ട് റുപ്പീസ്. അപ്പോൾ ഇത് ഒരു ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പം കണ്ടോ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഉരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം ഇതിൻ്റെ നാര് കളയാണ്ട് നാര് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഞാനിതിപ്പം യെസ്റ്റർഡേ പർച്ചേസ് ചെയ്തതാണ്, അതുകൊണ്ട് 1 day ഫ്രിഡ്ജിലിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലീവ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാണ്ട് ഉരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്യും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ മുരിങ്ങേൻ്റെ ഇല പെട്ടെന്ന് ചീത്തയായി പോവും. വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് മുരിങ്ങയില നമുക്ക് ഒരു 2 to 3 days വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും, കേടുവരാതെ. അബൂദിന്ന് തീരെ ഉറങ്ങിയില്ല. ഒരു 1 hour ഒക്കെ ആയപ്പോഴേക്കും പെട്ടെന്ന് തന്നെ എണീറ്റ് വന്നു. ഫ്രിഡ്ജിൽ എന്താ കഴിക്കാനെന്ന് തപ്പായിരുന്നു. സ്ട്രോബെറി ഈസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഫ്രൂട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് സ്ട്രോബെറി ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. ആൻഡ് മുരിങ്ങേൻ്റെ ഇല കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോഴ്സ് ആയിട്ടുള്ള വാട്ടറിൻ്റെ അണ്ടറിൽ വെച്ച് കഴുകാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇലകളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആയിട്ട് പോവുകയും ചെയ്യും. നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കയ്പ്പ് ചൊവ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ ഫോഴ്സ് കുറഞ്ഞ വെള്ളത്തിൻ്റെ താഴെ വെച്ച്, അതും വെരി നോർമൽ വാട്ടർ, ഹോട്ടായിട്ടുള്ള വാട്ടറിലും വെച്ചിട്ട് കഴുകരുത്. നന്നായിട്ട് ലൈറ്റായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വാട്ടർ നന്നായിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. സ്ട്രോബെറി ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഓൾവേസ് റിമെമ്പർ, നമ്മൾ എന്ത് ഫ്രൂട്ട്സ് വാങ്ങുകയാണെങ്കിലും സ്പോട്ടിൽ തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഒത്തിരി കെമിക്കൽസൊക്കെ ഇട്ടിട്ടായിരിക്കും ഇത് ഓൾറെഡി അവർ നെസ്റ്റോലാണെങ്കിലും ലുലുലാണെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അതേ കെമിക്കൽസോടെ നമ്മളുടെ ഫ്രിഡ്ജിൽ വെക്കുമ്പം ഒരുപാട് ഫുഡിൻ്റെ കൂടെ ഈ കെമിക്കൽസ് സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും മോസ്റ്റ് ഓഫ് ദ ടൈമും പർച്ചേസ് കഴിഞ്ഞ് വന്ന സ്പോട്ടിൽ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജീസ് ആണെങ്കിലും വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് പതിവ്. ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ ഹെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ ഇതുപോലെ ഗ്ലാസ് സ്റ്റോറേജ് ബോക്സിൽ നമ്മൾ ഡയറക്റ്റ് ഫ്രൂട്ട്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 day കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് വാട്ടർ താഴത്തേക്ക് ഇറങ്ങി നമ്മളുടെ ഫ്രൂട്ട്സ് ടോട്ടലി ഡാമേജ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രൂട്ട്സ് ഒരു 3 to 4 days, മാക്സിമം ഒരു 4 to 5 days ഒക്കെ ചീത്താവാണ്ട് അത്യാവശ്യം നന്നായിട്ട് ഫ്രിഡ്ജിൽ നിൽക്കും. അബൂദിന് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ സീസൺ അല്ല. അപ്പോൾ സീസണിൽ കിട്ടുന്ന സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ നല്ല സ്വീറ്റ് ആൻഡ് നല്ല കളറിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം സീസൺ അല്ലാത്ത സ്ട്രോബെറി ആണെന്നുണ്ടെങ്കിൽ അത്ര കളറിലും ഉണ്ടായിരിക്കില്ല, കുറച്ച് പുളി കൂടുതലായിരിക്കും സ്ട്രോബെറിക്ക്. ഈ സ്ട്രോബെറിക്ക് കുറച്ച് പുളി കൂടുതലായിരുന്നു. ബട്ട് സ്റ്റിൽ അബ്ദുള്ള ലൈക്സ് ഇറ്റ് എ ലോട്ട്. ആൻഡ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒക്കെ അവൻ കഴിച്ച് തീർത്തു. നമ്മളുടെ മുരിങ്ങയില നന്നായിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം മാത്രം ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മുരിങ്ങയില ഒരു 2 daysലധികം നമ്മുടെ ഫ്രിഡ്ജിലിരിക്കില്ല. അപ്പം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സ്റ്റോറിങ് ബോക്സിൻ്റെ താഴത്ത് ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കാതിരിക്കാൻ മറക്കരുത്. അപ്പം ഇനിയും വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രെയിൻ ചെയ്ത് ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും.
ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബിക്കോസ് ബേബി അബൂദ് ഇപ്പം 2 year and 3 months ആയി. ഉറക്കമൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. മുന്നേ ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 to 3 times ഒക്കെ മോർണിംഗ് ടൈമിൽ ഉറങ്ങുമായിരുന്നു. ബട്ട് ഇപ്പം അവരുടെ ഏജിനനുസരിച്ച് ഉറക്കം കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ലഞ്ചാണെങ്കിലും ഡിന്നറാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ആ ടൈമിൽ മോന് കിച്ചണിൽ വന്നാൽ 2 minutes കൊണ്ടോ അല്ലെങ്കിൽ 5 minutes കൊണ്ട് ചെയ്ത് തീർക്കേണ്ട പണി ഒരു 10 to 15 minutes വരെ ലാസ്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പം അതിനുശേഷം അങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്, എന്തുകൊണ്ട് ഒരു 1 weekന് മീൽ പ്രിപ്പയർ ചെയ്ത് വെച്ചുകൂടാന്ന്. സോ ഇത് കറക്റ്റ് വേയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രിപ്പയർ ചെയ്ത ഫുഡൊന്നും അധിക ദിവസമോ അല്ലെങ്കിൽ ഡാമേജ് ആവാണ്ട് ഫ്രിഡ്ജിലിരിക്കില്ല. അതുകൊണ്ട് എന്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും അതിൻ്റെ സ്റ്റോറേജ് മെത്തേഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് മൊത്തം വേസ്റ്റായിട്ട് പോകും. അപ്പം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. എത്ര ദിവസം വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്ന വരെ നോക്കിയിട്ടുണ്ട്. അതിനുശേഷം നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീക്ക്ലി മീൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. GCCയിലോ അല്ലെങ്കിൽ അബ്രോഡ് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസിൻ്റെ കൂടെ ടോഡ്ലേഴ്സിൻ്റെ കൂടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്കാദ്യം ഒത്തിരി കൺഫ്യൂഷനായിരുന്നു. ബിക്കോസ് നമ്മൾ ഇത്രയും ദിവസം ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് എത്രത്തോളം ബോഡിയിൽ കേടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബട്ട് അൽഹംദുലില്ലാ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തതിൻ്റെ ശേഷം അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് മാത്രം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പി ആട്ടോ നെക്സ്റ്റ് പൊട്ടാറ്റോ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് റെസിപ്പിയാണിത്. ഇത് നിങ്ങൾ ആരും ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ്സ് റിയലി ഗുഡ്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് പൊട്ടാറ്റോസ് നന്നായിട്ട് വാഷ് ചെയ്ത് പീൽ ചെയ്തിട്ട് ഇതുപോലെ സ്ലൈസ് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ മാരിനേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് സ്വീറ്റ് പെപ്പറും നമ്മളുടെ സ്വീറ്റ് പെപ്പറിൻ്റെ കൂടെ കുറച്ച് ടേമറിക്, സോൾട്ട്, കോക്കനട്ട് ഓയിൽ ആൻഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എല്ലാ പൊട്ടാറ്റോവും സ്ലൈസ് കട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുക. ബാക്കി മാരിനേറ്റ് ചെയ്തത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കൊരു 3 to 4 days വരെ ഫ്രിഡ്ജിൽ കേട് വരാണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനൊരു വെജി പേഴ്സണാണ്. എനിക്ക് ചിക്കനേക്കാളും മട്ടനേക്കാളും ഫിഷിനേക്കാളും കൂടുതൽ ഇഷ്ടം വെജി ഐറ്റംസ് കൊണ്ടുള്ള ഫുഡ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മീൽസിൽ കൂടുതലും നിങ്ങൾക്ക് വെജീസ് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റൽ. ഇൻഷാ അല്ലാ ചിക്കനും മട്ടനും ബീഫും വെച്ചിട്ടുള്ളത് പിന്നീടൊരു ദിവസം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടെടുക്കുന്നത് നമ്മളുടെ ബീട്രൂട്ട്. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ഹെൽത്ത്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് ബീട്രൂട്ട്. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ബേബീസ് ഓൾസോ. സോ ട്രൈ ടു ഫീഡ് യുവർ ബേബി. അല്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിലും ഇറ്റ്സ് റിയലി ഗുഡ്. മോസ്റ്റ് ഓഫ് ദ ഡേയ്സും ഞാൻ കണ്ടിന്യൂസ് കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന വെജീസിലുള്ള ഒരു വെജിയാണ് കേട്ടോ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ. ബിക്കോസ് അതിൻ്റെ ഇമ്പോർട്ടൻസും അത് നമ്മളുടെ ബോഡിക്ക് തരുന്ന അഡ്വാൻറ്റേജസും ഒക്കെ അറിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് ഒഴിവാക്കില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയും നമ്മളുടെ ബോഡിക്ക് എനർജിയും നമ്മളുടെ ബോഡിയിൽ ഒത്തിരി വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയും ഒക്കെ നികത്തുന്ന ഒരു സംഭവമാണ് ഈ ക്യാരറ്റ്സും ബീട്രൂട്ട്സും ഒക്കെ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ചോപ്പ് കട്ടും ചെയ്തിട്ടുണ്ട്, സ്ലൈസ് കട്ടും ചെയ്തിട്ടുണ്ട്. സ്ലൈസ് കട്ട് ചെയ്തത് ഇൻഷാ അല്ലാ ഞാനിത് വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. ചോപ്പ് കട്ട് ചെയ്തത് ബേബി അബൂദിൻ്റെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനും അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെയാണ്. സ്ലൈസ് കട്ട് ചെയ്തത് ഞാൻ സോൾട്ടഡ് മെത്തേഡിൽ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാനാണ്. അത് ഇൻഷാ അല്ലാ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ലേറ്റർ ഇൻഷാ അല്ലാ. സോ ഇത് നമ്മൾ ഒരു 2 to 3 days അല്ലെങ്കിൽ 4 days ഒക്കെ മാക്സിമം 1 week കേടുവരാണ്ട് നമ്മളുടെ ഫ്രിഡ്ജിൽ സ്റ്റോറായിട്ട് നിൽക്കും. ലാസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ മോർണിംഗ് സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസ്. അത്യാവശ്യം നന്നായിട്ട് കണ്ടോ ഇത്രയും സോക്കായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. UAE വെതർ കൊണ്ട് ഫെർമെൻറ്റേഷനൊക്കെ പെട്ടെന്ന് തന്നെ നടക്കും. അതുകൊണ്ട് കുറച്ച് ഈസിയാണ്. കണ്ടോ ഇത്രയും വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഒരു 200 ml വരെ. അത് 1000 ml വരെ നന്നായിട്ട് സോക്കായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തത്തെ തൊലിയൊക്കെ പകുതി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പോവും. അപ്പോൾ അതൊക്കെ കളഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് മാക്സിമം ഒരു 2 whistles. സ്പെഷ്യൽ ഡിസ്ക്ലൈമർ,
ഓരോ ഗ്രീൻ പീസിൻ്റെ കുക്കിംഗ് ടൈമും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് നന്മയുടെ ഗ്രീൻ പീസാണ്. ഇതിൻ്റെ കുക്കിംഗ് ടൈം വളരെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഒരു 2 വിസിൽസ് മാക്സിമം. 2 to 3 ആയി കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ഓവർ കുക്കായി പോവും. ഞാൻ ആവശ്യത്തിന് സോൾട്ടും അതൊരു മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ വാട്ടർ കൂടി ആഡ് ചെയ്തിട്ട് 2 വിസിൽ കൊടുത്തിട്ട് അത് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അൽഹംദുലില്ലാ മോസ്റ്റ് ഓഫ് ദ മീൽ പ്രിപ്പറേഷൻസും കംപ്ലീറ്റ് ആയി. ലാസ്റ്റുള്ള പരിപാടിയാണ്, കുറച്ച് റിസ്കി പ്രോസസ്സാണ്. എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയാണ് ഡിഷ് വാഷിങ്, ബിക്കോസ് ഇറ്റ്സ് എ ലോഡ് ആൻഡ് റിസ്കി പ്രോസസ് സംടൈംസ്. ആൻഡ് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് നന്മ ഗ്രീൻ പീസിന് എടുക്കുന്നത്. പക്ഷേ ലുലു ഗ്രീൻ പീസിനാണെങ്കിൽ 6 to 7 വിസിൽസ് എങ്കിലും മിനിമം വേണം. അപ്പം ഞാനിതൊരു ലൈറ്റായിട്ട് ജസ്റ്റ് ഒരു 70% കുക്ക് ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് നന്നായിട്ട് ഓവർ കുക്കായി പോയി. ബട്ട് ഇറ്റ്സ് ഫൈൻ. നമ്മൾ നല്ല പച്ചവെള്ളം വെച്ചിട്ട്, നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ വിസിൽ കളഞ്ഞ് വാട്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും അത് കുക്കായിട്ട് പോവില്ല. നമുക്ക് സിമ്പിളായിട്ടത് സ്റ്റോർ ചെയ്യാനും പറ്റും. കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റീം ചെയ്ത് കൊടുത്താലും മതി. കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഓൾസോ ഡൺ. ഇത് ചൂടായിട്ടാണ് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗ്ലാസ് ജാർസിലോ ഗ്ലാസ് കണ്ടെയ്നേഴ്സിലോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ വാച്ചിങ് ടിൽ ദ എൻഡ്. ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗ് എന്തായാലും എൻ്റെ കുറച്ച് സ്റ്റോറിങ്ങും ഗ്രോസറി ഐറ്റംസ് ഓർഗനൈസേഷനും ആണ്. ഹോപ്പ് യു എൻജോയ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. മേ അല്ലാ ബ്ലെസ് all of us with Jannah, with his Jannah, and lot of prayers and duas.